റിട്ടയർഡ് മാനേജർ ജനറൽ ജേക്കബ് തരകൻ നമുക്കൊപ്പം ചേരും. ശ്രീ ജേക്കബ് തരകൻ, രാജ്യം അതീവ ജാഗ്രതയിലാണ്. പല ഘട്ടങ്ങളിലും പല തരത്തിലുള്ള ഭീകരവാദി ആക്രമണങ്ങളെ അതിജീവിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്. നമുക്ക് അനുഭവങ്ങൾ പലതുണ്ട്. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു മറുപടി ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പൊതുവിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു, ഇവിടെ ഭീകരാക്രമണം ഉണ്ടാകുന്നു. സുരക്ഷാ വീഴ്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ എന്തായാലും രാജ്യം ഈ സാഹചര്യങ്ങളെ ഇതുവരെ നിരീക്ഷിക്കുന്നത് അതീവ ജാഗ്രതയോടെയാണ്. ഇതൊരു ആക്രമണം എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം, അതിന്റെ ലക്ഷണങ്ങൾ അങ്ങനെ തന്നെയല്ലേ? നമ്മളുടെ ഉറപ്പിക്കൽ കൊണ്ട് ഇതിൽ നടക്കുന്ന സംഭവങ്ങളുടെ വ്യത്യാസങ്ങൾ വരുന്നില്ലല്ലോ. കാരണം നമ്മളെല്ലാവരും, മാധ്യമങ്ങളും പൊതുജനവും എല്ലാം പെട്ടെന്ന് എടുത്തു കയറി ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാകത്തില്ല എന്നാണ് എന്റെ വിശ്വാസം, എന്റെ കാഴ്ചപ്പാട്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ അറിയുന്നതെല്ലാം മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ ചില അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട കാര്യങ്ങളുടെ അറ്റവും തുമ്പും ഒക്കെ പിടിച്ചിട്ടാണ് നമ്മൾക്ക് അറിയാവുന്നത്. ഞാൻ നോക്കുന്നതിന് ഇതിനപ്പുറം 2-3 കാര്യങ്ങളാണ്. താങ്കൾ ആദ്യമേ പറഞ്ഞു സുരക്ഷാ വീഴ്ചയാണോ എന്നുള്ളത് പിന്നെ നോക്കാം. ഇങ്ങനെ പല സംഭവങ്ങളിലും പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് നോക്കിയോ എന്നുള്ളത് ചോദ്യം കിടക്കുന്നു. ഈ നടന്ന ഈ ഫയർ അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റിനകത്ത് 2 കാര്യം നാം നോക്കേണ്ടത്. ഈ ബ്ലാസ്റ്റ് അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു സൂയിസൈഡ് അറ്റാക്ക് ആണെന്നാണ്. ഒന്നിൽ സൂയിസൈഡ് ആണ്, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റാക്ക് ആണ്, അല്ലെങ്കിൽ ആക്സിഡന്റ് ആണ്. ഇത് 3-ലും ഏതെങ്കിലും ഒന്നായിരിക്കണം. ആക്സിഡന്റ് അല്ല എന്നാണ് ഇപ്പം പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഒരു ചാവേർ ആക്രമണമായിരുന്നു. ചാവേർ ആക്രമണമായിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു? മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെയായിരുന്നോ, അത് ചുമ്മാ പൊട്ടിക്കുമായിരുന്നു? കാരണം ഞാൻ ഈ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം, സിന്ദൂർ നമ്മൾ താൽക്കാലികമായി വിരാമം ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് വിരാമമല്ല, ഇനി എവിടെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നാൽ ഇതിന് നാം ശക്തമായി അതിന് നമ്മൾ ഉത്തരം നൽകും എന്നൊരു വാർണിംഗ് നമ്മൾ പാകിസ്ഥാന് കൊടുത്തിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുവരെ ഒരു ചാനലും പാകിസ്ഥാനുമായിട്ട് ഇത് ലിങ്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ജയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ക്ലിയർ കട്ട് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു നിർണായം നമ്മൾ നിർണയിച്ചിട്ടില്ല ആരാണ് ഇതിന്റെ പറയുന്നത്. ജയ്ഷെ മുഹമ്മദ് ആണെന്ന് പറയുന്നു, ഊഹങ്ങളുണ്ട്. അത് ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിന്റെ പൂർണ്ണരൂപം പുറത്തു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഈ വ്യക്തി ചെയ്ത ഈ ബ്ലാസ്റ്റിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇതൊരു ചാവേർ ആക്രമണമാണെങ്കിൽ ഇതിന് വേണ്ടുന്നുള്ള എഫക്ട് ഉണ്ടായിട്ടില്ല. കാരണം ഒത്തിരി പേര് മരിക്കാവുന്ന ഒരിടത്തായിരിക്കണമായിരുന്നു ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, അതോ എനിക്ക് പെട്ടെന്ന് നെർവ് ആങ്സൈറ്റി കൊണ്ടോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ അറിയാതെ ആക്ടിവേറ്റ് ചെയ്തതാണോ എന്നറിയാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ വലിയൊരു സംഭവം നമ്മൾ ഒഴിവാക്കി എന്ന് പറയാം. ഈ കൊണ്ടുപോകുന്ന ആളൊരു ഹാർഡ് കോർ ക്രിമിനൽ അല്ലെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ബോംബ് എപ്പോ പൊട്ടുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ പൊട്ടിയതാകാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് കാഷ്വാലിറ്റി കുറഞ്ഞത്. അല്ല, ഇത് വേറെ എവിടെങ്കിലും വെക്കാൻ ഉദ്ദേശിച്ചിരുന്നു, അതിന് മുമ്പേ പൊട്ടിയതാണെങ്കിൽ ഇന്റലിജൻസ് ഏജൻസിക്ക് വലിയൊരു പണിയാണ്. ഇത് എവിടെയായിരുന്നു ഇതിന്റെ ഉദ്ദേശം, ആക്റ്റീവ് ഉദ്ദേശം? ഇതൊക്കെ പറയുന്നെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗവൺമെന്റ് വ്യക്തങ്ങൾ ഇത് എന്താണ് പറയാൻ പോകുന്നത്, ഇതിന്റെ പുറകിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാകണം നമ്മളുടെയൊക്കെ പ്രതികരണവും അല്ലെങ്കിൽ അതിനുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ശ്രീ ജേക്കബ് തരകൻ, ഈ ചാന്ദ്നി ചൗക്ക് മാർക്കറ്റ് ആയിരുന്നു ലക്ഷ്യം. ഇതൊക്കെ അനൗദ്യോഗിക വിവരങ്ങളാണ്, സാധ്യതകളാണ്. അതുകൊണ്ടാണ് മാർക്കറ്റൊക്കെ പെട്ടെന്ന് അടച്ചത്. അങ്ങനെ ആൾക്കൂട്ടം കേന്ദ്രീകരിച്ചൊരു ആക്രമണം ഉണ്ടാകുമെന്ന സൂചന അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പുറത്തു വരുന്ന ചില അനൗദ്യോഗിക വിവരങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ജാഗ്രതക്കുറവ് പൊതുവിൽ ഉണ്ടായി എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? അനൗദ്യോഗികമാണെന്നെങ്കിലും ചാന്ദ്നി ചോക്ക് എന്ന സ്ഥലത്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അവിടെ സൂര്യ ഇട്ടാൽ പോയി വീഴാൻ സ്ഥലമില്ലാത്ത അത്രയ്ക്ക് ആളാണ് അവിടെ. എവിടെ നോക്കിയാലും ആൾക്കാരാണ്.
ചാന്ദ്നി ചൗക്ക് ആയിരുന്നു ഇതിന്റെ ടാർഗറ്റ് എങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ ഭീകരമായ അതിനൊരു നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത പോലെ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു, ആൾക്കാർ മരിച്ചേനെ. അത് അവിടെ എത്തിയില്ലെങ്കിൽ അത് ഭാഗ്യം എന്ന് മാത്രം കണക്ക് കൂട്ടും. ഈ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇന്റലിജൻസ് സെക്യൂരിറ്റി നമ്മൾ കവർ ചെയ്യാൻ പാടില്ല. അതായിരുന്നുവെങ്കിൽ ഉന്നമെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു വീഴ്ചയാണ്. ഇത് പണ്ടും ചോദിക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. പുൽഗാവിലും പേൽഗാവിലും ഒക്കെ നമ്മൾ പറയുന്നതാണ് ഈ എന്തുകൊണ്ട് ഇതിന് മുമ്പേ നമുക്ക് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ലാസ്റ്റിൽ പോലീസ് വരുന്നത് നായകൻ വന്ന് വില്ലനെ അടിച്ചു വീഴ്ത്തിയിട്ട് വരുന്നത് പോലെ ആകാതെ അതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് പോലീസ് ആൾക്കാർ മുമ്പേ വരുന്നില്ല എന്ന് ചോദിക്കുന്ന സമയമായി. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പിടി കിട്ടും എന്താണ് ഇതിന്റെ പുറകിൽ നടന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതെന്നൊക്കെ നമുക്ക് ഐഡിയ കിട്ടും. പക്ഷെ മുമ്പോട്ട് വരാൻ ഇരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മറുപടി എന്തായിരിക്കും എന്ന് നമ്മൾ ഇനി കണക്ക് കൂട്ടണം. കാരണം ഈ ഒരു സംഭവം അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഈ പേപ്പറൊക്കെ വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കും. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിലെ മിലിറ്ററി അതോറിറ്റീസും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസി തീർച്ചയായിട്ടും ജാഗരൂകരായിരിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ആയിരുന്നായിരിക്കാം. പക്ഷെ എവിടേക്കോ നമുക്ക് സമയത്തിന്റെ ലാഗ്, അതായത് അവർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഫരീദാബാദിൽ ഇന്നലെ മെനങ്ങാണ്ടൊക്കെ അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തു എന്നറിഞ്ഞു. പക്ഷെ അതിൽ നിന്ന് കുറച്ചു ഭാഗം ഇങ്ങോട്ട് പോയോ അതില്ലായിരുന്നു. അതിലെ കാര്യം ഇതിൽ പെല്ലറ്റ്സ് ഒന്നും ഞാൻ കാണുന്നില്ല. പെല്ലറ്റ്സോ ഷാർപ്നേഴ്സോ ഒന്നും ഇതിൽ കാണുന്നില്ല. ഇത് ബ്ലാസ്റ്റ് എന്നേ ഉള്ളൂ. അതാണ് എനിക്ക് അങ്ങോട്ട് വ്യക്തത വരാത്തത്. കാരണം ഒരു ക്രൗഡിനെ, ഒരു ജനക്കൂട്ടത്തെ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനത്തുള്ള എക്സ്പ്ലോസീവ്സിൽ അവർ ഒത്തിരി പെല്ലറ്റ്സ്, അതായത് ആണികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കും. അപ്പൊ ഒത്തിരി പേരെ അത് ബാധിക്കും. ഇത് ഞാൻ കാണുന്നില്ല. അങ്ങനൊന്നും ആ റിപ്പോർട്ടിലൊന്നും കാണുന്നില്ല. അറിവില്ലായ്മ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എനിക്കത് പൂർണ്ണ അറിവില്ല ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് അതിന്റെ നേച്ചർ എന്നുള്ളത്. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു ചാന്ദ്നി ചോക്കാണ് ഇതിന്റെ ഉദ്ദേശമായിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി എന്ന് മാത്രം പറയാനിപ്പോ. യെസ്, വളരെ നന്ദി പ്രതികരിച്ചു. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ പെല്ലറ്റിൻ്റെയോ മറ്റ് അങ്ങനെ മൂർച്ച കൂടിയ ഇത്തരം സാന്നിധ്യങ്ങളൊന്നും ഇന്നലെയും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതൊക്കെ ഇന്നലെ ഫോറൻസിക് സംഘമടക്കം നടത്തിയ പരിശോധനയിലും അത്തരം കണ്ടെത്തലുകളിലേക്ക് പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ദുരൂഹത തുടരുകയാണ്. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന അടക്കമുള്ള കാര്യങ്ങളിലും ഏറെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. നിലവിലുള്ള അന്വേഷണ വിവരങ്ങൾ ആഭ്യന്തരമന്ത്രിയുമായി പങ്കുവച്ച ശേഷം രാജ്യം ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് ഡൽഹിയെ നടുക്കിയ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2004-ലും 2014-ലും ഇടയിൽ നടന്ന സ്ഫോടനങ്ങൾ രാജ്യത്തെ ഏറെ ഞെട്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് ഡൽഹിയെ നടുക്കിയ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇന്ത്യക്ക് സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കിയ സ്ഫോടനം ഈ പാർലമെൻറ്റ് ആക്രമണമായിരുന്നു. പക്ഷേ അതിലും കൂടുതൽ പേരുടെ മരണമൊക്കെ ഉണ്ടാക്കിയ മറ്റ് സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 1996 മെയ് 21 ലജ്പത് നഗറിൽ നടന്ന സ്ഫോടനമാണ് ഈ 3 പതിറ്റാണ്ട് കാലത്ത് നടന്നതിൽ ആദ്യ സ്ഫോടനം എന്ന് പറയാം. 13 പേരാണ് അന്ന് മരിച്ചത്, 39 പേർക്കാണ് പരിക്കേറ്റത്. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ആയിരുന്നു അന്ന് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന. പിന്നീട് 2000 ഡിസംബർ 22-നായിരുന്നു. അപ്പോഴാണ് ഇതിനു മുമ്പ് റെഡ് ഫോർട്ടിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നത്. റെഡ് ഫോർട്ടിലാണ് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായത്. ഈ 2000-ൽ നടന്ന ഈ സ്ഫോടനത്തിന് ശേഷം റെഡ് ഫോർട്ടിൽ ഒരു സ്ഫോടനം ഉണ്ടായി, അല്ലെങ്കിൽ റെഡ് ഫോർട്ടിന് സമീപം ഇങ്ങനെ സ്ഫോടനം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. ഈ 2025-ലാണ്, 25 വർഷം, 4 നൂറ്റാണ്ടിന് ശേഷമാണ്. അന്ന് 2000-ൽ നടന്ന ഈ സ്ഫോടനത്തിൽ 3 പേർ മരണമടഞ്ഞു, 14 പേർക്ക് പരിക്കേറ്റു. അത് ലഷ്കർ എ തോയ്ബയായിരുന്നു ഈ സ്ഫോടനത്തിന് പിന്നിൽ. അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സ്ഫോടനങ്ങളൊക്കെ പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രമായി
കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിന് തന്നെ ഭീഷണിയായ ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടന തന്നെയായിരുന്നു. അവർ ആദ്യം സ്ഫോടനം നടത്തിയത് മാർക്കറ്റുകളിലാണെങ്കിൽ പിന്നീട് റെഡ് ഫോർട്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു അധികാര ചിഹ്നത്തിനു നേരെയായി. പിന്നീടാണ് ഇന്ത്യക്ക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടായ 2001 ഈ രണ്ട് സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ 96 ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് വാജ്പേയി സർക്കാരിൻ്റെ 16 ദിവസത്തെ ഭരണത്തിനിടയിലാണ് റെഡ് ഫോർട്ട് ആക്രമണം നടക്കുന്ന സമയത്തും NDA ഭരണമാണ്. 2000 റെഡ് ഫോർട്ടിൻ്റെ അന്ന് വാജ്പേയി തന്നെയാണ് പ്രധാനമന്ത്രിയായിരിക്കുന്നത്. പിന്നീട് 2001 ഡിസംബർ 13 ഈ പാർലമെൻറ്റ് ആക്രമണം നടക്കുമ്പോഴും NDAയുടെ ഭരണമാണ്, വാജ്പേയിയാണ് പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അന്ന് 7 പേരാണ് മരിച്ചത്, പരിക്കേറ്റത് 18 പേർക്കാണ്. മരണസംഖ്യയോ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ സംഖ്യയോ അല്ല ആ സ്ഫോടനത്തെ പ്രധാനപ്പെട്ടതാക്കുന്നത്. ആ സ്ഫോടനം ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമായ മേഖല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തെ സംബന്ധിച്ചും അവരുടെ പാർലമെൻറ്റാണ് ഏറ്റവും വലിയ അധികാരത്തിൻ്റെ കേന്ദ്രം. ആ അധികാരത്തിൻ്റെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയെന്നുള്ളതാണ്. ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബെ സംഘടനകൾ ചേർന്നായിരുന്നു ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്നാണ് കണ്ടെത്തിയത്.